സാധാരണഗതിയിൽ ഇങ്ങനത്തെ അയൽക്കൂട്ടം കേസ് സംസാരിക്കാൻ എനിക്ക് തീരെ താല്പര്യമില്ലാത്ത കേസാണ്. പക്ഷേ നമ്മളൊരു സൊസൈറ്റിയിൽ ജീവിക്കുമ്പോൾ വെറും രാഷ്ട്രീയം അല്ലെങ്കിൽ നമുക്ക് താല്പര്യമുള്ള കേസുകൾ മാത്രം സംസാരിച്ച് മുന്നോട്ട് പോകുന്നത് ഒരു ബാലൻസ് ഇല്ലാത്ത പരിപാടിയാണ്. നമ്മളെപ്പോഴും എല്ലാ തരത്തിലുള്ള വിഷയങ്ങളിലും ഇടപെട്ടുകൊണ്ട് എല്ലാ തരത്തിലുള്ള വിഷയങ്ങളും ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ മാത്രമേ നമ്മൾ സൊസൈറ്റിയുടെ ഒരു പൂർണ്ണമായ ഭാഗമായി അല്ലെങ്കിൽ എക്കോസിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ജീവിക്കുന്നു എന്ന് പറയുന്നത്. സിനിമ ഏത് കാലത്തും മലയാളിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വിഷയം തന്നെയാണ്, രാഷ്ട്രീയം പോലെ തന്നെ. എന്നാൽ ഇപ്പം കുറച്ച് കാലങ്ങളായിട്ട് ഈ സിനിമാ സംഘടനയിലും സിനിമയിലും ഒക്കെ നടക്കുന്നത് എന്താണ്? അൻസിബ എന്നൊരു പെൺകുട്ടി, അവളെ രാഷ്ട്രീയപരമായും വ്യക്തിപരമായും തേജോവധം ചെയ്ത് ഇല്ലാതാക്കാൻ ഒരു കൂട്ടർ ഒരു ഭാഗത്ത് ശ്രമിക്കുന്നു എന്നാണ് ആരോപണം. പക്ഷെ അതിൽ എത്രത്തോളം സത്യമുണ്ട്, കയമ്പുണ്ട് എന്നുള്ളത് നമ്മുടെ നിയമവ്യവസ്ഥിതിയാണ് കണ്ടുപിടിക്കേണ്ടത്. എന്നാൽ നിയമവ്യവസ്ഥിതി പരാതിയിൽ കയമ്പില്ല, അവൾ പറയുന്നതിൽ തന്നെ കാര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് പരാതി പോലും മുഖവിലക്കെടുക്കാതെ തട്ടുന്ന ഒരു രീതിയാണ് നമ്മളിപ്പോൾ കണ്ടിട്ടുള്ളത്. ഇപ്പോൾ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് ചൂടുള്ള ചർച്ചകൾ നടക്കുന്നത് അൻസിബയുടെ വിഷയത്തിൽ. അൻസിബ തന്നെ പറയുന്നത് എന്താണെന്ന് നമുക്കൊന്ന് ജസ്റ്റ് കേട്ട് നോക്കാം, എന്നിട്ട് നമുക്ക് അതിനെപ്പറ്റി ചർച്ച ചെയ്യാം. ഒരു സ്റ്റേറ്റിന്റെ ആഭ്യന്തരമന്ത്രി വിളിച്ചു പറഞ്ഞിട്ട് പോലും FIR ഇടാൻ പറ്റാത്ത പോലീസ് സ്റ്റേഷനാണോ കേരളത്തിലുള്ളത്? മ്ലേച്ഛകരമായിട്ടുള്ള കാര്യമാണ് കേരളത്തിൽ നടക്കുന്നത്. അപ്പൊ ഞാൻ ആലോചിക്കുകയാണ്, ഇങ്ങനെ പറയാൻ അവസരം കേരളത്തിലുണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ എത്രയോ പേരാണ് ഇവിടെ അനുഭവിക്കാൻ പോകുന്നത്, എത്രയോ ആത്മഹത്യകൾ നമ്മൾ കാണേണ്ടി വരും. കാരണം ഇത്തരത്തിൽ വ്യക്തിഹത്യ ചെയ്യാൻ പറ്റുന്ന ഒരു സംസ്ഥാനമായിട്ട് എങ്ങനെയാണ് കേരളം മാറുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ അതിനെതിരെ പാലാരിവട്ടം സ്റ്റേഷനിൽ പരാതി കൊടുത്തു. ആ പരാതി ഇപ്പോഴും എടുത്തിട്ടില്ല. അപ്പൊ ഞാൻ ആലോചിക്കുകയാണ്, ലക്ഷ്മിപ്രിയ എന്ന് പറയുന്ന വ്യക്തിക്ക് ഇത്രത്തോളം സ്വാധീനമുണ്ടോ? ഞാൻ കൊടുത്ത പരാതി, ഞാൻ പാലാരിവട്ടം സ്റ്റേഷനിൽ പരാതി കൊടുത്തതിന് ശേഷം ഞാൻ എന്റെ കുറച്ച് മാധ്യമ സുഹൃത്തുക്കളെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പാലാരിവട്ടം സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട് വ്യക്തിഹത്യക്കെതിരെ. അങ്ങനെ കുറച്ച് മാധ്യമ സുഹൃത്തുക്കൾ പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞത് അങ്ങനെ ഒരു പരാതി അവർ കണ്ടിട്ടില്ല. അതിനുശേഷം ഞാൻ നമ്മുടെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല സാറിന്റെ നമ്പർ കണ്ടുപിടിച്ച് അദ്ദേഹത്തെ വിളിച്ചു. ഞാനൊരു 15-20 തവണ ഞാൻ റിംഗ് ചെയ്തിട്ടാണ് വിളിച്ചത്. കാരണം എനിക്ക് എങ്ങനെയെങ്കിലും അദ്ദേഹത്തോട് സംസാരിക്കണം അത്രയ്ക്ക് ഞാൻ ആഗ്രഹിച്ചിട്ടാണ് ഞാൻ വിളിച്ചത്. വിളിച്ചിട്ട് ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു, FIR ഇട്ടിട്ടില്ലേ എന്ന് ചോദിച്ചു. ഞാൻ ഇട്ടിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ രമേശ് ചെന്നിത്തല സാർ പറഞ്ഞു, ഞാൻ വിളിച്ച് സംസാരിക്കാം. അദ്ദേഹത്തിന്റെ ഫോൺ കട്ട് ചെയ്ത് ഒരു 5 മിനിറ്റിന് ശേഷം എന്നെ പാലാരിവട്ടം സ്റ്റേഷനിൽ നിന്ന് എന്നെ വിളിക്കുകയാണ്. എന്നെ CI വിളിച്ചിട്ട് പറഞ്ഞു, എന്റെ പേര്, വയസ്സ്, കാര്യങ്ങളെല്ലാം എഴുതിയെടുത്തു, അക്നോളജ്മെന്റ് അയച്ചിട്ടുണ്ട് ഞാൻ പരാതി കൊടുത്തതിന്. അപ്പൊ ഞാൻ ചോദിച്ചു, FIR ഇടുന്നില്ലേ സാർ? അല്ല, അത് ഞങ്ങൾ 14 ദിവസം ഒന്ന് പ്രിലിമിനറി എൻക്വയറി നടത്തുന്നുണ്ട്. ഒരു പെൺകുട്ടിക്കെതിരെ സ്ലട്ട് ഷെയ്മിങ്ങിന്റെ ഏറ്റവും മാക്സിമമാണ് ട്രെയിലറും ടീസറും പ്രീമിയം അടക്കം ഇതിൽ ഏറ്റവും വലിയൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ, ഇവർ തമ്മിൽ തല്ലോ കാര്യങ്ങളോ എന്തോ ആയിക്കോട്ടെ, അതൊരു ഭാഗത്തുണ്ട്. ഇവർ പറഞ്ഞതുപോലെ ഒരു പെൺകുട്ടിക്ക്, ആ പെൺകുട്ടിയെ പീഡനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും ശാരീരികമായിട്ടുള്ളതല്ലല്ലോ പീഡനം, അത് വേറെ സെക്ഷൻ. മാനസികമായി ഒരു സിനിമാ നടിയോ ഒരു ഡോക്ടറോ പോലീസോ ആരെങ്കിലും ആവട്ടെ, ഒരു പെൺകുട്ടിയെ അവർ പറയുന്നു അവരെ സ്ലട്ട് ഷെയ്മിങ് ചെയ്തിട്ടുണ്ട്, അവരെ പറ്റി പലതരത്തിലുള്ള പുരുഷന്മാരോട് ബന്ധമുണ്ടെന്നുള്ള ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്, അവര് ജിഹാദിയാണെന്ന് ആരോപിച്ചിട്ടുണ്ട്, അവരാൾക്കാരെ മതം മാറ്റാൻ നോക്കുന്നു എന്ന് ആരോപിച്ചിട്ടുണ്ട്, അവര് സിനിമയിൽ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാരെയൊക്കെ മതത്തിൽ കൊണ്ടുവരാൻ എന്ന് ആരോപിച്ചിട്ടുണ്ട്. ഒരുപാട് ആരോപണങ്ങൾ അവർക്ക് നേരെ നിരത്തിയതിന് അവരുടെ കയ്യിൽ തെളിവുകളുണ്ട്, അൻസിബയുടെ കയ്യിൽ. ആ തെളിവുകളൊക്കെ വെച്ചിട്ടാണ് അവൾ പരാതി കൊടുക്കുന്നത്. എന്നിട്ട് ഈ സമയം വരെ ആയിട്ടും കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി വിളിച്ചു പറഞ്ഞിട്ട് പോലും, ആഭ്യന്തരമന്ത്രി ഫോൺ ചെയ്ത് വിളിച്ചു പറഞ്ഞതിന് ശേഷം പോലും ഒരു പരാതി FIR ആയി മാറുന്നില്ല. എന്തൊരു മാജിക്കാണ് നോക്കണേ. ഇപ്പൊ സാധാരണക്കാരന്റെ അവസ്ഥ എന്തായിരിക്കും? ഞാൻ അതാ ചിന്തിച്ചത്. ഇവിടെ അൻസിബയുടെ വിഷയം ഒരു ഭാഗത്തുണ്ട്, അവിടെ നിൽക്കട്ടെ. ഒരു സിനിമാ നടി അവർക്ക് അനുഭവിച്ച ദുരനുഭവം വന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ പരാതി പറഞ്ഞപ്പോൾ പോലീസുകാർ പറയും അതിൽ കയമ്പില്ലെന്ന്. എന്നിട്ട് അവർ നിവൃത്തിയോട് കൊണ്ട് ആഭ്യന്തരമന്ത്രിക്ക് കംപ്ലൈൻറ്റ് കൊടുത്തു. ആഭ്യന്തരമന്ത്രിക്ക് കൊടുത്തതിന് ശേഷവും
പാലാരിവട്ടം സ്റ്റേഷനിൽ CI പറയുക പോലും ഞാൻ അക്നോളജ്മെന്റ് അയച്ചിട്ടുണ്ട്, ബാക്കിയുള്ള നമ്മളൊന്ന് അന്വേഷിക്കട്ടെ. എന്താ അവസ്ഥ? അല്ല, വേറെ രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ പിടിപാടുള്ള ഒരാൾ വെറുതെ ഒരു കംപ്ലൈൻറ്റ് കൊടുത്തതിന് അത് സ്വീകരിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ രസമുണ്ട്. പോലീസുകാർ വളരെ നേരും നെറിയുമുള്ള ഡ്യൂട്ടി ചെയ്യുന്ന പോലീസുകാരെന്ന് പറയാം. ഇതല്ലല്ലോ ഇഷ്യൂ. വ്യക്തമായിട്ട് പറഞ്ഞതിന് ശേഷവും ഇവർ അംഗീകരിക്കുന്നില്ലല്ലോ. അപ്പോൾ സാധാരണക്കാർക്ക് എവിടെയാണ് നീതി കിട്ടാൻ ഈ രാജ്യത്ത്? സാധാരണക്കാരൊരു പ്രശ്നം ഉണ്ടായാൽ എങ്ങനെയായിരിക്കും ഈ പോലീസുകാർ ഡീൽ ചെയ്യാന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു എക്സാമ്പിൾ അല്ലേ? സിനിമാ നടിക്ക് പോലും ഇങ്ങനെ ഒരു ഇത് അനുഭവിക്കണമെങ്കിൽ ആ വിഷയമാണ് ഏറ്റവും ഫസ്റ്റായിട്ട് അൻസിബ പറഞ്ഞു വെക്കുന്നത്. പിന്നെ ഇതിൽ പിഷാരടിയൊക്കെ ഇടപെട്ട് ശ്വേതാ മേനോനെ ഇതാക്കാൻ, എന്താ പറയുന്നത്, ശ്വേതാ മേനോനെ അനുനയിപ്പിക്കാനൊക്കെ ശ്രമിച്ചതൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ ഒരു ഭാഗത്തുണ്ട്. ഇതിൻ്റെ പിന്നിൽ നടന്ന കളി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും വലിയ രസം എന്താ വെച്ചാൽ, ശ്വേതാ മേനോൻ തൻ്റെ പ്രസിഡന്റായി നിൽക്കുകയാണെങ്കിൽ അദാനി ഉണ്ടല്ലോ, അദാനി ആയിട്ട് നമ്മളിപ്പോൾ വീനം ബോട്ടൊക്കെ മേടിച്ച ചെറിയൊരു ബിസിനസ്സുകാരൻ, മോഡി ചേട്ടൻ്റെ സുഹൃത്തായ ചെറിയൊരു ബിസിനസ്സുകാരൻ 15 കോടി അമ്മക്ക് സംഭാവന കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് പോലും ഈ നമ്മുടെ ശ്വേതയാണ് പ്രസിഡന്റ് ആവുന്നതെങ്കിൽ ഇതെന്തൊരു മാജിക്കാ നോക്കിയേ. കോടിക്കൊന്നൊരു വിലയില്ലടേ. 15 കോടി പോലും, 15 കോടി അമ്മ. ഇതിൽ ഈ സംഭവം പറയട്ടെ, ഈ ബാബുരാജിന്റെ കമ്മിറ്റിന് ശേഷം ശ്വേതാ മേനോൻ വന്നപ്പോൾ ശ്വേതാ മേനോൻ ചെയ്തതെന്താണെന്ന് വെച്ചാൽ, ഈ BJP ആയിട്ട് ബന്ധപ്പെട്ട്, രാഷ്ട്രീയമായി ബന്ധപ്പെട്ട് ചില സാംസ്കാരിക സംഘടനകളിൽ നിന്നും ചില മതസംഘടനകളിൽ നിന്നൊക്കെ വെച്ച് പൈസ മേടിക്കാൻ തുടങ്ങി. ലോകത്ത് എവിടെയെങ്കിലും കേട്ടിന ഒരു മതസ്ഥാപനം ഓക്കെ അവരുടെ മതസ്ഥാപനത്തെ പരസ്യം ചെയ്യാൻ വേണ്ടി സിനിമാ സംഘടനയ്ക്ക് പൈസ കൊടുക്കാൻ? ലോകത്തിലത് നേരെ മറിച്ചിട്ടാണ്. സിനിമാക്കാരും, ലോകത്തുള്ള എല്ലാ സിനിമാക്കാരും പോലീസും പട്ടാളവും എല്ലാവരും വന്നിട്ട് കുമ്പിടുന്ന സ്ഥലമാണ്. പള്ളിയായാലും ചർച്ചായാലും അമ്പലമായാലും അവിടെ പോയി കുമ്പിട്ട് അവിടെയുള്ള കാണിക്കപ്പട്ടിയിൽ പൈസ ഇട്ട് കൊടുക്കുകയാണ് സിനിമാക്കാരും രാഷ്ട്രീയക്കാരും എല്ലാവരും ചെയ്യുന്നത്. അങ്ങനെയാണ് സാധാരണഗതിയിൽ അല്ലേ? ഇവിടെ നേരെ ഓപ്പോസിറ്റ്. എന്ത് വിചിത്രമായ സംഭവം നോക്കണം. അതായത് ഈ അവര് ഇതിൽ വ്യക്തമായിട്ട് അമ്പലത്തിന്റെ പേരൊക്കെ പറയുന്നുണ്ട്, പക്ഷെ നമ്മളതിനൊന്നും അങ്ങനെ ഒരു പേരോ കാര്യങ്ങളിലൊന്നുമല്ല പറയുന്നത്. ഒരു സ്ഥാപനം ഓക്കെ, ഒരു മതസ്ഥാപനത്തിൽ നിന്ന് അവിടെയുള്ള വിശ്വാസികൾ എന്തിനാ പൈസ ഇടുന്നത്? ഇപ്പം ഞാൻ ഒരു പള്ളിയിൽ നേർച്ച ഇടുന്നു, അല്ലെങ്കിൽ ചർച്ചിൽ നേർച്ച ഇടുന്നില്ല, അമ്പലത്തിൽ നേർച്ച ഇടുന്നു. ഞാൻ ആ നേർച്ചയുടെ ലക്ഷ്യം എന്താണ്? ആ നേർച്ച പൈസ ദൈവത്തിന് എന്തായാലും ഡയറക്റ്റ് പോകില്ല, നമുക്കറിയാം. ആ നേർച്ച പൈസ നാളെ ഏതെങ്കിലും ഒരു പാവപ്പെട്ട കുട്ടിയുടെ വിദ്യാഭ്യാസത്തിനോ, ഏതെങ്കിലും ഒരു പാവപ്പെട്ട കുട്ടിയുടെ കല്യാണത്തിനോ, ഏതെങ്കിലും ഒരു സുഖമില്ലാത്ത ആൾക്ക് ചികിത്സക്കോ, ഇനി ഒന്നുമില്ല, ആ സ്ഥലത്ത് അമ്പലത്തിൽ വരുന്ന ഏതെങ്കിലും ഒരാൾക്ക് ഒരു നേരത്തെ ഭക്ഷണത്തിനോ, അതാണ് എൻ്റെ മനസ്സിലുള്ള ഒരു പോയിന്റ്. ആ ഒരു ഇതിലാണ് ഞാൻ അവിടെ പൈസ കൊടുക്കുന്നത്. അല്ലാതെ ഞാൻ പൈസ കൊടുക്കുന്നത് ഞാൻ നേർച്ചക്ക് വെച്ച പൈസ എടുത്തിട്ട് സിനിമാക്കാർക്ക് സംഭാവന കൊടുക്കാനാണോ? സിനിമാക്കാർക്ക് എന്തിനാണോ മതസ്ഥാപനങ്ങളിലെ പൈസ? ഈ ചോദ്യം അൻസിബ ഉന്നയിച്ചു, വ്യക്തമായിട്ട് ഉന്നയിച്ചു, സ്ട്രോങ് ആയിട്ട് തന്നെ ഉന്നയിച്ചു. അൻസിബ ചോദിച്ചു, എല്ലാ ശ്വേതാ മേനോൻ, എല്ലാ മറ്റേ ലക്ഷ്മിപ്രിയെ, ഈ പണം നമുക്ക് എന്തിനാണ് ഇങ്ങനെയുള്ള മതസ്ഥാപനങ്ങളുടെ പണം? അത് ഇവർക്ക് പിടിച്ചില്ല. ടിനി ടോം അടക്കമുള്ള പൈസ അടിച്ചു മാറ്റാൻ വേണ്ടി മാത്രം കമ്മിറ്റിയിൽ നിന്നിട്ടുള്ള ചില ആൾക്കാർ, ലക്ഷ്മിപ്രിയ പോലുള്ള ഈ ടീമുകൾക്ക് അവർക്ക് പൈസ എവിടെന്നെങ്കിലും വരുത്തിക്കണം. ഏതെങ്കിലും അതിന് മാർഗം വിഷയമല്ല, ലക്ഷ്യമാണ് പ്രധാനം എന്ന് പറഞ്ഞിട്ട് ആർത്ത് ഇവിടുന്നൊക്കെ വെച്ച് പിരിക്കാൻ തുടങ്ങി. അതിവരെ എതിർത്തു. ഇന്ന് അമ്പലമായി, നാളെ പള്ളിയായി. അപ്പം പിന്നെ കല എന്ന് പറഞ്ഞാൽ കലക്ക് മതമില്ലെന്നല്ലേ പറയുന്നത്. കലയിൽ മതം തിരികേണ്ട ആവശ്യമില്ലല്ലോ. അവരവരുടെ സ്റ്റേണായിട്ടുള്ളൊരു നിലപാട് ആ കുട്ടി എടുത്തു. പക്ഷേ നോക്കേണ്ടത് ഈ അവിടെ അന്ന് കംപ്ലൈൻറ്റ് ചെയ്തിട്ട് സ്റ്റേഷനിൽ പോയിട്ട് 3 മണിക്കൂർ അവിടെ ഇരുത്തിയിട്ട് SI ലക്ഷ്മിപ്രിയക്ക് വേണ്ടി ചോദ്യം ചെയ്തു പോലും. എങ്ങോട്ടാണ് ഈ സംഘടനകളുടെയൊക്കെ പോക്ക് എന്നുള്ളത് സൂക്ഷിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു അഭിപ്രായം പറഞ്ഞാണ്. ഇതിൽ രാഷ്ട്രീയം കൂടിക്കലർന്നതിനുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് നമ്മുടെ പിഷാരടി ലക്ഷ്മിപ്രിയയെ ഒന്ന് അനുനയിപ്പിക്കാൻ വേണ്ടി സംസാരിച്ചതൊക്കെ റോങ് ആയിട്ട് ഇപ്പം പുറത്തേക്ക് വന്നു. പുതിയൊരാളും കൂടി രംഗത്ത് വന്നിട്ടുണ്ട്. നമ്മളെ പഴയ മോഹൻലാലിന്റെ കിരീടത്തിലെ പെങ്ങള്, എന്തായാലും ഇവിടെ പേര് ഉഷാസി. തമാശയ്ക്ക് പറഞ്ഞ തീരെ തമാശയല്ലാതെ പ്രസ് കോൺഫറൻസിൽ അൻസിബയുടെ പിന്നിൽ മത തീവ്രവാദികളുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ
ടീമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഒന്നല്ല, ഒരുപാട് ആളായി. നമ്മുടെ കിരീടത്തിലെ ഫേമസ് ആയിട്ടുള്ള ആളാണിത്. അവർ പറഞ്ഞു അവരെയും ജിഹാദി എന്ന് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊരു സ്ഥിരമായിട്ടുള്ള സിനിമക്കുള്ളിലെ സിനിമയാണ്, ഒരു കലാപരിപാടിയാണെന്ന് വേണം പറയാം. ജിഹാദി എന്ന് വിളിച്ചതും ഇവളെ ഡബിൾ ഡാഡി സിൻഡ്രം, രണ്ട് തന്താതൊക്കെയാണ് ഉദ്ദേശിച്ചത്. അതൊക്കെ പറഞ്ഞിരിക്കുന്നത് ഈ വാട്സപ്പ് ഗ്രൂപ്പിലാ പോലും. 16 പേരുള്ള ഇവരുടെ അമ്മ AMMA, അമ്മ എന്ന് പറയാൻ പാടില്ല, AMMA അതിലുള്ള വാട്സപ്പ് ഗ്രൂപ്പിലാ പോലും ഈ ജിഹാദി എന്നും ഡബിൾ ഡാഡി സിൻഡ്രം എന്നൊക്കെ വിളിച്ചത്. പിന്നെ ഇതൊന്നും ഇങ്ങനെ നീട്ടിക്കൊണ്ടുകൊണ്ട് ആവശ്യമില്ല. അങ്ങനെ നോർമലായിട്ട് ഈ അൻസിബൊക്കെ കുറച്ച് ആർജവുള്ള കുട്ടികളല്ലേ. ഡിനീടോ അങ്ങനെ ഡബിൾ ഡാഡി സിൻഡ്രം ഉണ്ട് അൻസിബ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം തന്നെ അതിൽ പറയണം എൻ്റെ അച്ഛനാണ് ഡബിൾ ഡാഡി സിൻഡ്രം ഉള്ളതെന്ന്, അല്ലേ? അങ്ങനെയാണ് അങ്ങനെ രീതി. സിനിമാക്കാരല്ലേ, ഇവർക്കത് സുഖമായിട്ട് പറഞ്ഞൂടെ? ഇങ്ങനെ കേസുകളിലേക്ക് പോണം. ജിഹാദി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്നേരം അതിന് മറുപടി കൊടുക്കുക. എൻ്റെ ആരാ ഡിനീടോ പറഞ്ഞെങ്കിൽ അവനോട് സംസാരിച്ചിട്ട് നല്ല രീതിയിൽ രണ്ട് തെറി വിളിച്ച് ഒതുക്കേണ്ട കേസാണ് ഇത്. ഇതൊന്നും പോലീസ്, ഞാൻ പറഞ്ഞില്ലേ, ഇതൊന്നും ഇങ്ങനെ പബ്ലിക്കിൽ വീപ്പലക്കേണ്ട കേസല്ല. അങ്ങനെ ഡബിൾ ഡാഡി സിൻഡ്രം എന്നോ ജിഹാദി എന്നോ ലക്ഷ്മി പ്രിയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ കൂട്ടത്തിലുള്ള ആരെങ്കിലും വിളിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അന്നേരം തന്നെ ചുട്ട മറുപടി കൊടുത്ത്, ഇതൊക്കെ അപ്പത്തേക്കപ്പം ചുട്ട മറുപടി അച്ഛനോ അമ്മക്കോ വിളിച്ചിട്ട് തീർക്കേണ്ട കേസുകളാണിത് എന്നാണ് എൻ്റെ വിനീതമായൊരു അഭിപ്രായം. വിയോജിപ്പുള്ളവരുണ്ടാകാം, അതുകൊണ്ടാണ് ആ വിയോജിപ്പുള്ളവരുടെ ടീമാണല്ലോ ഇപ്പോൾ കേസ് കൊടുത്തിട്ടുണ്ടായത്. കേസിലേക്കൊന്നും പോയിട്ട് സംബന്ധിച്ച് ഇതിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ഞാൻ മനസ്സിലാക്കുന്ന പ്രോബ്ലം എന്ന് വെച്ചാൽ, നമ്മുടെ നിയമ സംവിധാനത്തിൽ ഇപ്പം തന്നെ 5 ലക്ഷമായിട്ടും മറ്റോ കേസുണ്ട്. ഏത് അടിപിടി, കൊലപാതകം, മോഷണം, കളവ് എന്നുള്ള കേസുകൾ തന്നെ വിധി പറയാൻ വേണ്ടിയിട്ട് സമയവും ജഡ്ജിമാരും ഇല്ലാണ്ട് ഉലയുന്ന കഷ്ടപ്പെടുന്ന ഒരു സംവിധാനത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അവിടെയാണ് വീണ്ടും കൊണ്ടുപോയിട്ട് ഡബിൾ ഡാഡി എന്ന് വിളിച്ചോ ജിഹാദി എന്ന് വിളിച്ചതിൻ്റെ കേസ്. അതാണ് പറയുന്നത്. ആ ഒരു വിഷയമാണ്. സംഭവം വളരെ ഗൗരവമാണ്, വളരെ വിഷയപരമായിട്ടുള്ള കാര്യങ്ങളാണ്, ഒക്കെയാണ്. പക്ഷെ നിയമപരമായി നേരിടാന്ന് പറയുമ്പോൾ നിയമത്തിന് ഇതിന് സമയം വേണ്ടേ? 2 ജഡ്ജിമാരും ഇതിന് നിന്ന് കഴിഞ്ഞാൽ അപ്പുറത്തുള്ള ഒറിജിനലായിട്ട് പീഡനം, കഷ്ടത, കളവ്, കൊലപാതകം നടക്കുന്ന കേസുകളിലൊക്കെ വിധി പറയാൻ എത്രയോ വിധി പറയാൻ കിടക്കുന്നുണ്ട്. ഇതില് ഈ ബാക്കിയുള്ള വിഷയങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഇത് മെയിൻ ആയിട്ട് ഇവരെ ഏറ്റുപിടിച്ചിരിക്കുന്നത് രമേശ് പിഷാരടിയാണ്. ഇപ്പൊ സീനിലേക്ക് നോയന് കയറി വന്നിട്ടുണ്ട്. അൻസിബക്ക് ആർജവമുണ്ട്, അൻസിബക്ക് വിദ്യാഭ്യാസം ഉണ്ട് എന്നതിന് തെളിവാണത്. ഒരാൾ വേറൊരാളുടെ സംസാരിക്കുന്ന കാര്യം അയാളുടെ അനുവാദമില്ലാതെ ലീക്കാക്കുന്നത് തന്നെ നമ്മളെ നിയമം അനുവദിക്കുന്നില്ല. ഈ ബേസിക് കിണാപ്പ് പോലും അറിയാണ്ടാണ് ഈ തിങ്ങൾ കളിക്കുന്നത്. ഇതിൽ എത്ര ലോക്കൽ പരിപാടിയാണ്. ഒരാൾ മധ്യസ്ഥത്തിന് വരിക, അയാളിപ്പോൾ ഒരു MLA കൂടിയാണ്, അയാൾ പേഴ്സണലായിട്ട് സംസാരിക്കുന്നു. ഒന്ന് ശ്വേത ഇത് നമുക്ക് ഒന്ന് നല്ല രീതിയിൽ തീർത്തുകൂടെ എന്ന് ചോദിക്കുമ്പോൾ ആ
ഓഡിയോ വരെ പുറത്തേക്ക് ലീക്കാക്കിയിട്ട് വഷളാക്കിയിട്ട് ആളെ മോശമാക്കുന്ന രീതിയിൽ പെരുമാറാന്ന് പറഞ്ഞാൽ അതിലും മോശമായിട്ടുള്ള എന്താണ് ഇനി വരാനുള്ളത്. അതുപോലെ ഈ മാലാ പാർവതി നമ്മൾ ഏറ്റവും കൂടുതൽ റെസ്പെക്ട് ചെയ്യണം. മാലാ പാർവതിക്ക് വളരെയധികം ആർജവും നിലപാടുള്ള ആളാണ്. മാലാ പാർവതി പറഞ്ഞിരുന്ന സ്റ്റേറ്റ്മെന്റ്, ഒരു മലപ്പുറത്തുകാരിയായ മുസ്ലിം പെൺകുട്ടി മതപരിവർത്തനം നടത്തുന്നു എന്ന കഥ വന്നാൽ അത് നോർത്ത് ഇന്ത്യയിലൊക്കെ നന്നായി ഓടും. നാളെ വരാനിരിക്കുന്ന മറ്റൊരു കേരള സ്റ്റോറി ആയതുകൊണ്ടാണ് അൻസിബയുടെ കാര്യത്തിൽ പ്രതികരിച്ചത് എന്നാണ് മാലാ പാർവതി പറയുന്നത്. മനസ്സിലായില്ലേ? അതിൻ്റെ ഇടക്ക് BJP നിന്ന് 2 കോടി രൂപ ശ്വേതാ മേനോൻ വാങ്ങി എന്ന് ബാബുരാജ് ഉന്നയിച്ചുകൊണ്ടാണ് ശ്വേത അവിടുന്ന് ഇറങ്ങി ഓടി. അതായത് ഇതിൽ നടന്നത്, ഈ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ബാബുരാജ് പറഞ്ഞത് BJP നിന്ന് 2 കോടി വാങ്ങിയിട്ടാണ് ശ്വേത ഇതിൻ്റെ ഉള്ളിൽ അമ്മ എന്ന് പറഞ്ഞ സംഘടനയെ കാവ്യവൽക്കരിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ ശ്വേതാ മേനോൻ ഇറങ്ങി ഓടുകയാണ് ഉണ്ടായത്. അങ്ങനെയാണ് ഇവരിതിനെപ്പറ്റി പറയുന്നത്. 15 കോടി രൂപ ശ്വേതയുടെ വിശ്വാസ്യതയില് അദാനി ഗ്രൂപ്പ് ഇവിടെ കുറെ പരിപാടികളുണ്ട്. ദക്ഷിണാനത്തുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സിനിമാ രംഗത്തുണ്ടായിരുന്ന ആൾക്കാർക്ക് കരുതലായിട്ട് കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കുറച്ച് കൂടുതലുള്ള വീട് വെച്ച് കൊടുക്കാൻ പല കാര്യങ്ങളും. 15 കോടി രൂപ എന്നൊക്കെ എന്തൊക്കെ ചെയ്യാൻ പറ്റും? അവർക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഒരു സ്ത്രീ വന്നിട്ട് ഇത്രയും പാപവും കാണിക്കുന്നു. ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത എന്ത് കാര്യമാണ് ഇവരുടെ കയ്യിലുള്ളത്? അല്ലെങ്കിൽ സാധാരണ അമ്മ ഒരു ഷോ നടത്തും, അതിൽ നിന്നുള്ള പൈസ വെച്ചാണ് ചെയ്യുന്നത്. പിന്നെ ഇതിലൊരു വലിയൊരു കാര്യം പറയുന്നത് എന്താണെന്നറിയാമോ? 15 കോടി രൂപ ശ്വേതയുടെ വിശ്വാസ്യതയില് അദാനി ഗ്രൂപ്പ് ഇവിടെ കുറെ പരിപാടികളുണ്ട്. ദക്ഷിണാനത്തുള്ള അതായത് ശ്വേതാ മേനോനാണ് പ്രസിഡന്റ് എങ്കിൽ, ശ്വേത മുമ്പിലുണ്ടെങ്കിൽ അദാനി 15 കോടി ഇറക്കും പോലും. ഇത് തോന്നിവാസാൻ നോക്കണേ. അതെന്താ? ശ്വേത മുമ്പിലുണ്ടെങ്കിൽ മാത്രമേ 15 കോടി ഇറക്കൂ? ശ്വേതക്കുള്ള വിലയാണോ അത്? എത്ര നോൺസെൻസ് ആയിട്ടുള്ള വാർത്തകളാണ് വരുന്നത്. ശ്വേതാ മേനോനല്ല, ഇനി ശ്വേതാ മേനോനല്ല എന്ന് കൂട്ടിക്കോ. ഈ പ്രസിഡന്റ് വേറെ ഇടവേള ബാബു, അവൻ 15 കോടി ഇടൂല. അപ്പൊ അദാനിയുടെ ലക്ഷ്യം വ്യക്തമല്ലേ? അദാനി ഗ്രൂപ്പ് അവിടെ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് സോ കോൾഡ് പൊളിറ്റിക്കൽ പാർട്ടീസിനെ ഈ സംഘടനയ്ക്കുള്ളിൽ വേണ്ടി നോന് കയറാൻ വേണ്ടിയിട്ടല്ലേ 15 കോടി കൊടുക്കുന്നത്. അല്ല ശ്വേതാ മേനോൻ എന്ന് പറയുന്ന ആളുടെ വിലയാണോ 15 കോടി? അവരുള്ളത് മാത്രമേ കൊടുക്കൂ. വ്യക്തമായിട്ടുള്ള വാർത്തകൾ വരുന്നത്. ഇതിൽ വളരെ സങ്കടകരമായ കാര്യം, നമ്മളെ പിഷാരടൻ ഇവരിൽ വലിച്ചയച്ചിട്ട് വളരെ മാനം കെടുത്തിക്കളഞ്ഞു. പിഷാരടൻ എന്ന് പറഞ്ഞാൽ കുറച്ച് മാന്യതയുള്ള നേരും നെറിയുള്ള ഒരു ആളായിരുന്നു. അയാളൊക്കെ ഇതിനു വേണ്ടി അനുനയത്തിന് വേണ്ടി സംസാരിച്ചിട്ട് അയാളുടെ ഉള്ള വില മൊത്തം ഇവന്മാർ കളഞ്ഞു. അമ്മ സംഘടന 19 വയസ്സായിട്ട് സംഘടനയെ കോടതിയിലെത്തിക്കണം എന്നുള്ള ആഗ്രഹവും എനിക്കില്ലായിരുന്നു. അത് രമ്യതയിൽ പരിഹരിക്കണം. ഞാൻ സംസാരിക്കാമെന്ന് തോന്നുന്നു. ഞാൻ അങ്ങനെ എൻ്റെ ആദ്യത്തെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞിരുന്നില്ല, ഞാൻ ശ്വേതയോട്, അൻസിബയോട്, ടിനിയോട്, അവരുടെ അഡ്വക്കേറ്റുമാരോട്, മല്ലിക ചേച്ചിയോട്, ലക്ഷ്മി പ്രിയയോട്, ഞാൻ ഇവരോട് എല്ലാം മണിക്കൂറുകണക്കിന് സംസാരിച്ചു എന്നാണ് ഞാനെന്ന് പറഞ്ഞത്. അങ്ങനെ മണിക്കൂറുകണക്കിന് സംസാരിച്ചതിന് ഒരു ഓഡിയോ ആണ് ഇന്ന് ലീക്ക് എന്നാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത്. ലീക്ക് അല്ല, റിലീസാണ്. ലീക്ക് റിലീസ് പറ്റുന്നുണ്ടല്ലോ, റിലീസാണ്. അതിൻ്റെ ഓഡിയോ ക്വാളിറ്റിയുടെ വ്യത്യാസം, എൻ്റെ ഫോൺ ടോണും ബാക്കി ലൈവ് ടോണും കേട്ടല്ല ഇവിടുന്ന് ലീക്കായതൊക്കെ അല്ലെങ്കിൽ റിലീസായതൊന്നും നമുക്ക് മനസ്സിലാവും. എനിക്ക് എൻ്റെ വ്യക്തിപരമായി, ഞാൻ എൻ്റെ വ്യക്തിപരമല്ല ഈ പ്രശ്നമെന്ന് പറഞ്ഞെങ്കിലും വ്യക്തിപരമായി എനിക്ക് വലിയ സൗഹൃദം ഉണ്ടായിരുന്ന, ഞാനുമായിട്ട് കോണ്ടാക്ട് ഉണ്ടായിരുന്ന ഇനി ഉണ്ടാവുമായിരിക്കും, കാണുന്ന ഒരാളിൽ നിന്നും ആ ഓഡിയോ നമ്മളൊരു രമ്യതയിലെത്തിക്കാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് പ്രതീക്ഷിച്ചുകൊണ്ട് വർത്തമാനം പറയുന്ന അനുരഞ്ജന സംസാരങ്ങളുടെ ഓഡിയോ പുറത്തു വന്നതിൽ പുറത്തു വിട്ടത് എനിക്കൊരു പേഴ്സണൽ ഇഞ്ചുറി, ഒരു വേദനയുണ്ട്. അതാണ് എനിക്ക് ആകെ ഇതുമായി ബന്ധപ്പെട്ട് തോന്നിയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ നല്ലത് പറഞ്ഞതെന്ന് മാത്രമല്ല വിചാരിക്കുന്നത്, നമ്മളെല്ലാവരും ഇതിനകത്തുള്ള എല്ലാവരും ഒന്ന് ചിരിക്കണം, കേൾക്കണം എന്നാണ്. എന്താ അല്ലേ അയാൾ വ്യക്തമായിട്ട് പറയുന്നത്? അയാൾ നല്ലൊരു ലക്ഷ്യത്തിൽ ആർക്കും ഒരു ഉപദ്രവം ഉണ്ടായിരുന്നു വിചാരിച്ചിട്ട് ഒരു സംഭാഷണത്തിന് പോയതാണ്, സോൾവ് ആക്കാൻ വേണ്ടിയിട്ട്. അതും അവിടെ നാട്ടിച്ചിട്ട് അയാളെ വെറുതെ വഷളാക്കിച്ച് മുന്നോട്ട് കൊടുത്തു. ഇതാണ് ഇപ്പോഴത്തെ സ്റ്റാറ്റസ്. പോലീസ് സ്റ്റേഷനിലെത്തി സ്ത്രീത്വത്തെ അപമാനിക്കൽ, മതവികാരം വ്രണപ്പെടുത്തിയിട്ടുള്ള ഹിജാബുമില്ല വകുപ്പുകളിലാണ് കേസെടുത്തിരിക്കുന്നത്. കോടതി നിർദ്ദേശത്തെ തുടർന്നാണ് പോലീസ് കേസെടുക്കാൻ തയ്യാറായത്. മനു മാറ്റിക്കൊണ്ട് വാർത്തയുടെ വിവരങ്ങളുമായി മനു പറഞ്ഞോളൂ. അൻസിബ ഇപ്പോൾ മൊഴി നൽകാനെത്തുന്നു. കഴിഞ്ഞ ദിവസമാണ് കോടതി നിർദ്ദേശത്തെ തുടർന്നായിരുന്നു ഇതിപ്പോ കോടതി ലാസ്റ്റ് അൻസിബ പോലീസുകാരൊന്നും ഒരു നീതിയും കിട്ടാത്തതുകൊണ്ട് നേരിട്ട് കോടതിയിൽ പോയിട്ട് കോടതിയുടെ ഉത്തരവാണ്
ഇത്രയും തോന്നിവാസങ്ങൾ പറഞ്ഞ് ടിനി ടോമിനെതിരെ സ്ത്രീത്വത്തെ അപമാനിക്കൽ, മതവിദ്വേഷം വളർത്തൽ, ഹറാസ്മെന്റ് ഇൻ ദ വർക്ക് ഫീൽഡ്, ഇതൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് ടിനി ടോമിനെതിരെ കേസെടുക്കണമെന്ന് കോടതി പറഞ്ഞിട്ടാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിലെ ഫുണ്ടകൾ കേസെടുത്തിട്ട് മുന്നോട്ട് പോകുന്നത്. എന്താ അവസ്ഥ? ഇതാണിപ്പോൾ റീസെന്റ് അപ്ഡേറ്റ്. ഇതാണ് ഞാൻ പറഞ്ഞില്ലേ, ഇതിൽ നമുക്ക് ഏറ്റവും വിഷമം എന്താണെന്ന് വെച്ചാൽ സാധാരണക്കാരൻ്റെ അവസ്ഥ എന്തായിരിക്കും. സിനിമാക്കാർക്ക് പോലും നീതി കിട്ടുന്നില്ല. സമൂഹത്തിൽ നിലയും വിലയും ഉണ്ടെന്ന് വിശ്വസിക്കുന്ന, സമൂഹത്തിന്റെ ഉന്നത ശ്രേണിയിൽ നിൽക്കുന്ന രാഷ്ട്രീയക്കാർ വരെ, ആഭ്യന്തരമന്ത്രി വരെ ഇടപെട്ടിട്ട് പോലും നീതി കൊടുക്കണമെന്ന് പറഞ്ഞ ഒരു പെൺകുട്ടി അവഹേളിക്കപ്പെട്ട കേസിൽ ആ പെൺകുട്ടിക്ക് വരെ നീതി കിട്ടാത്ത സാഹചര്യത്തിൽ ഒരു സാധാരണ ചെറിയൊരു കേസുകളിലൊക്കെ എവിടെയാണ് നീതി? എവിടെ നീതി കിട്ടാതെ നീ തീയാകുക പെണ്ണെ എന്ന് പറഞ്ഞ പോലെ ഒരുത്തി അവൾ തീയാകേണ്ടി വരും. ഇതാണ് സംഭാഷണം. സത്യം പറഞ്ഞ ആദ്യമായിട്ട് നിങ്ങൾ എന്നോട് ആ ദിവസം നമ്മളുടെ തിരുവല്ല പ്രോഗ്രാമിൽ പറഞ്ഞപ്പോൾ ഓർമ്മല്ലേ നിങ്ങൾ പറഞ്ഞത്? അന്ന് ഞാൻ പറഞ്ഞതാണ്, വിഷു ഞാൻ BJP ഒന്നുമല്ല, ഇത് എവിടുന്നാണ് ഈ BJP വന്ന്? ഇപ്പൊ ഞാൻ പറയാം, കോൺഗ്രസിലെങ്കിലും എന്നെ മിനിസ്റ്റർ അപ്പോ ശ്വേതാ മേനോനോട് ബാബുരാജ് പറഞ്ഞു, നീ BJPയിൽ നിന്ന് പൈസ മേടിച്ചിട്ട് വന്നല്ലേ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് തന്നെ ശ്വേതാ മേനോൻ അത് കൊണ്ടു കേസാക്കും പോലും കോടതിയിൽ. അപ്പോൾ ഈ ടിനി ടോം ജിഹാദി എന്ന് വിളിച്ചതോ അല്ലെങ്കിൽ ഡബിൾ ഡാഡി സിൻഡ്രോം എന്ന് പറഞ്ഞതൊക്കെ അൻസിബ കേട്ടു നിന്നപ്പോൾ ഈ പറഞ്ഞ ശ്വേതയും അടുത്തുണ്ടായിരുന്നില്ലേ? അപ്പോൾ ശ്വേതക്ക് ഈ വിഷമം ഉണ്ടായില്ലേ? അതന്നെ, സ്വന്തം കാര്യം വരുമ്പോൾ മാത്രമേ എല്ലാവർക്കും വേദന ഉണ്ടാവും. മറ്റവർക്ക് കിട്ടുമ്പോൾ ഓഹോ, ഞങ്ങളെയൊക്കെ വരുമ്പോൾ ആഹാ. അതാണ് സംഭവം ഇവിടെ. അതാണ് വ്യക്തിപരമായിട്ട് കിട്ടിയപ്പോൾ നല്ലോണം ബോധിച്ചു. പക്ഷേ ആളെന്നെ പേഴ്സണലി പറയണതും പൊതുവേദിയിലും പറയണതും അല്ലെങ്കിൽ ഇപ്പോ വിഴിഞ്ഞ തുറമുഖത്തിന് ഉമ്മൻചാണ്ടി 6,000 കോടിയുടെ അഴിമതി കൊണ്ട് എന്ന് പിണറായി വിജയൻ പറഞ്ഞു. അതുമായിട്ട് പത്രസമ്മേളനം വിളിച്ച് പറയാണ്, ഇതൊരു ആരോപണമാണ്, ആരോപണത്തിന് പ്രൂഫ് വേണ്ട. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇത് ഉമ്മൻചാണ്ടി 6,000 കോടി പറ്റിച്ചു, മറ്റേത് നമ്മുടെ സാധനം ചെയ്താലും അവര് മുഴുവൻ അഴിമതിയാണ്, പൊളിറ്റിക്സ് അങ്ങനെ പറയുമല്ലോ. അപ്പൊ ആ നിയമം വെച്ചിട്ട് നമുക്ക് ഒരാൾക്കെതിരെ ഒരു ആരോപണം ഉന്നയിക്കാൻ പ്രൂഫ് വേണ്ട, ആരോപണം തെളിയിക്കാനാണ് പ്രൂഫ് വേണ്ടത്. നിങ്ങൾ തെളിയിച്ചു, ഞാൻ മേടിച്ചിട്ടുണ്ടെങ്കിൽ തെളിയിച്ചു. അല്ല, അത് ഞാൻ പറഞ്ഞു, അതല്ലേ ഞാൻ പറഞ്ഞു, തെളിയിച്ചോട്ടെ, ആള് തെളിയിക്കട്ടെ. അതേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ബാബുരാജിന്റെ വാദം, ബാബുരാജിനോട് പറഞ്ഞു എനിക്കെതിരെ ഒന്നുമില്ല, ഞാൻ ആരോപണം പറഞ്ഞിട്ടുള്ളൂ. അതിന് മൂപ്പര് ടിനി ടോമിനോട് പറഞ്ഞു, ഇത് ശ്വേതാ മേനോനല്ല നമ്മളുടെ ഉന്നമായിരുന്നത്, നമ്മുടെ ഉന്നമായിരുന്നു കുക്കു. എവിടെയെങ്കിലും കുക്കു എന്ന വ്യക്തിനെ ഇവരാരെങ്കിലും, I doubt and I seriously believe that she was part of the crime to sabotage our committee. അത് ഞാനല്ല കൈവിട്ട് ഇത് മറിഞ്ഞ് ഇന്റർനാഷണൽ വിഷയത്തിലേക്കാണ് പോകുന്നത്. പിഷാരടി പാവം അതിൻ്റെ ഇടക്ക് മരിച്ചുപോയ ഉമ്മൻചാണ്ടി സാറിനെ പറ്റിയിട്ടും ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ അഴിമതിയുടെ ആരോപണം ഉണ്ടല്ലോ, അതൊന്നും ആരോപണം ആർക്കും ഉന്നയിക്കാം. ആരോപണം എന്ന് പറഞ്ഞാൽ ആരോ പണം വാങ്ങിയെന്ന് ആരോപിക്കുന്നു, ആരോപണമാണ്. അപ്പോൾ ആരോപണം പലതരത്തിൽ ആരോപണമുണ്ട്. അപ്പോൾ ആരോപണത്തിന് തെളിവ് വേണം, തെളിവുണ്ടെങ്കിൽ മാത്രമേ സത്യമാണോ അല്ലയോ എന്ന് പറയുന്നുള്ളൂ. എന്ന് പറഞ്ഞ പോലെ ആർക്കും എന്തോ ആരോപണം ഉന്നയിക്കാന്നൊക്കെ പിഷാരടി എക്സാമ്പിളൊക്കെ പറഞ്ഞിട്ട് ആ കുട്ടിയെ അനുജീവിക്കാൻ ശ്രമിക്കുന്ന സംഭവമാണ് നമ്മൾ കണ്ടത്. എന്ത് തന്നെയായാലും ചുരുക്കി പറയാന്ന് വെച്ചാൽ, ചാണകം ജാരിയ ചാണകം മണക്കും, ചന്ദനം ജാരിയ ചന്ദനം മണക്കും എന്ന് പറഞ്ഞ പോലെ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ട് പിഷാരടിക്ക് ഒരു വിലയുണ്ടായിരുന്നു കേരള സമൂഹത്തിൽ. പാലക്കാട്ടുകാർ ആ സ്നേഹം കൊണ്ടും ആ വില കൊണ്ടുമാണ് ജയിപ്പിച്ചത്. രാഷ്ട്രീയം ഒരു ഭാഗത്തുണ്ടെങ്കിൽ കൂടി
പാലക്കാട്ടുകാർ പിഷാരടി കണ്ടത് അങ്ങനെ ഒരു മാന്യനായ എല്ലാവരുടെയും കാര്യങ്ങൾ ഇടപെടാൻ ശേഷിയുള്ള ന്യായത്തെ ഭാഗത്ത് നിൽക്കുന്ന ഒരാളായിട്ടാണ് കണ്ടത്. അപ്പോൾ അയാളിങ്ങനെ അനാവശ്യ വിഷയങ്ങളിലൊക്കെ ഇടപെട്ട് അയാളുടെ പേരും പെരുമയും കളഞ്ഞു എന്ന് വേണം പറയാൻ. ഇനി ഇതിൻ്റെ മുന്നോട്ടേക്കുള്ള കഥ എന്താണെന്ന് വെച്ചാൽ അൻസിബ കേസുമായി മുന്നോട്ട് പോകും. ടിനി ടോമിനെ ജാമ്യമില്ലാത്ത വകുപ്പാണെങ്കിലും അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിടും. മറ്റേ ഭാഗത്തുനിന്ന് അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് ബാബുരാജിനെതിരെ വേറൊരു കേസ് പോകും, അതും കോടതിയിലുണ്ടാവും. ലാസ്റ്റ് എല്ലാം കൂടി ഇരുന്നിട്ട് മുതിർന്ന ആൾക്കാരൊക്കെ ഇരുന്നിട്ട് കോംപ്രമൈസ് വിളിച്ച് ശ്രമിക്കാൻ നോക്കും. പക്ഷെ ഇതങ്ങനെ തീരൂല. ഇനി അടുത്ത വാർത്ത വരുമ്പോൾ അടുത്ത വീഡിയോ പോയി കാണാം. അതാണ് ഇതിൻ്റെ അവസ്ഥ. ഓക്കെ ഗൈസ്.